നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. ഇടത് വലത് മുന്നണികളെ കടന്നാക്രമിച്ച് കേരളത്തിൽ എൻഡിഎയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അധികാരത്തിലെത്തിയാൽ വികസനം എന്തെന്ന് കാണിച്ചു തരുമെന്ന് പ്രധാനമന്ത്രിയുടെ ഉറപ്പ്. കലൂരിൽ റോഡ് ഷോ. 10,800 കോടിയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് പൊള്ളാച്ചി റൂട്ടിലെ പുതിയ ട്രെയിൻ സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ധീവരസഭയുടെ സുവർണ ജൂബിലി സമ്മേളനത്തിലും പങ്കെടുത്തു. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ സ്നേഹം ജീവിതത്തിൽ ലഭിച്ച സൗഭാഗ്യമെന്ന് മോദി. അമ്മയുടെ നിസ്വാർത്ഥ സേവനങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ പ്രശംസ. माफी नमन करूंगा. उनका जीवन निस्वार्थ सेवा का एक अद्भुत उदाहरण है. उनका मुझ पर जो स्नेह रहा है वो मेरा बहुत बड़ा सौभाग्य है. പ്രധാനമന്ത്രി പങ്കെടുത്ത ദേശീയപാത ഉദ്ഘാടന ചടങ്ങിൽ പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയതിൽ പ്രതിഷേധം. ചടങ്ങ് ബഹിഷ്കരിച്ച മുഖ്യമന്ത്രിയും മന്ത്രിമാരും. കേരളത്തെ അപമാനിച്ചെന്ന് മുഹമ്മദ് റിയാസ്. ജനാധിപത്യ മര്യാദകളുടെ ലംഘനമെന്നും രാഷ്ട്രീയ പകപോക്കലെന്നും മന്ത്രിമാരും CPM നേതൃത്വവും. ബഹിഷ്കരിച്ചത് മര്യാദകേടെന്ന് BJP. കേരളത്തിന് എയിംസ് അനുവദിക്കാത്തതിൽ നിലപാട് ഘടിപ്പിച്ച് ഹൈക്കോടതി. കേന്ദ്ര സർക്കാരിന് രൂക്ഷ വിമർശനം. മറ്റ് സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കുമ്പോൾ കേരളത്തോട് മാത്രം വിവേചനം എന്തെന്ന് കോടതി. ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലിനോട് ഹാജരാകാൻ നിർദ്ദേശം. സോളാർ കേസുമായി ബന്ധപ്പെട്ട ഹർജിയിൽ മന്ത്രി KB ഗണേഷ് കുമാറിന് തിരിച്ചടി. നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി കൊട്ടാരക്കര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തള്ളി. പണിതീരാത്ത കായിക ഭവൻ കെട്ടിടം മന്ത്രി V അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്ത സംഭവം വിവാദത്തിൽ. ഉദ്ഘാടനം ചെയ്തത് 7 നിലകളിൽ ഒരുങ്ങുന്ന കെട്ടിടത്തിന്റെ ആദ്യഘട്ടം. ഉദ്ഘാടനത്തിനായി കെട്ടിടം ഒരുക്കിയത് കർട്ടൻ ഉപയോഗിച്ച് മറച്ച്. കായിക മന്ത്രിക്കെതിരെ പ്രതിഷേധവുമായി കേരള ഒളിമ്പിക് അസോസിയേഷനും. ഇടത് വലത് മുന്നണികളെ കടന്നാക്രമിച്ച് സംസ്ഥാനത്ത് NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. LDFും UDFും ഒരേപോലെ മാറ്റി നിർത്തണമെന്നും വികസനത്തിന് കേരളത്തിൽ ഇരട്ട എഞ്ചിൻ സർക്കാർ അധികാരത്തിൽ വരണമെന്നും മോദി പറഞ്ഞു. അധികാരത്തിലെത്തിയാൽ വികസനം എന്താണെന്ന് കാണിച്ചു തരാമെന്നും മോദിയുടെ ഗ്യാരണ്ടിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വലിയ ആവേശത്തോടെയാണ് പ്രധാനമന്ത്രിയെ കൊച്ചിയിലേക്ക് പ്രവർത്തകർ എതിരേറ്റത്. മെട്രോ സ്റ്റേഷന് മുൻപിൽ നിന്ന് സ്റ്റേഡിയത്തിലേക്ക് റോഡ് ഷോ. സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിക്ക് ശേഷം NDAയുടെ മഹാസമ്മേളനം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. മലയാളത്തിലായിരുന്നു തുടക്കം. നമസ്കാരം എറണാകുളം. ഒപ്പം എല്ലാവരും പറയൂ, ജയ് കേരളം, ജയ് വികസിത കേരളം, ജയ് വികസിത കേരളം. വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എന്തിന് കേരളത്തിലെ ജനങ്ങൾ NDAയ്ക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇടത് വലത് മുന്നണികളെ ഒഴിവാക്കാൻ കേരള ജനത മാനസികമായി തയ്യാറെടുത്തു കഴിഞ്ഞതായി പ്രധാനമന്ത്രി പറഞ്ഞു. 5 വർഷം തന്നാൽ എന്താണ് വികസനമെന്ന് കാണിച്ചു തരാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. BJP NDA को अगले 5 साल सेवा करने का मौका दीजिए. आपको विकसित केरलम की शानदार झलक दिखने मिलेगी. आपके पास मोदी की गारंटी है. സംസ്ഥാനത്ത് വികസനത്തിന് തടസ്സം നിൽക്കുന്ന അഴിമതി, ഭൂമാഫിയ, ഹർത്താൽ മാഫിയ എന്നിവയെ ഇല്ലാതെയാക്കും. അഴിമതി, കുറ്റകൃത്യങ്ങൾ എന്നിവയിൽ CPMഉം കോൺഗ്രസും ഒരേപോലെ പങ്കാളികളാണ്. UDF കാലത്ത് സോളാർ അഴിമതിയായിരുന്നു. LDF കാലമായപ്പോൾ സ്വർണ്ണക്കൊള്ളയായി അത് മാറിയെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. यहां जब UDF की सरकार थी
तो सोलर स्कैम की चर्चा होती थी। आज एलडीएफ सत्ता में है तो सीएमआरएल स्कैम छाया हुआ है। सबरीमाला मंदिर की लूट में भी इनकी पार्टनरशिप देखिए। एलडीएफ के लोगों पर गोल्ड की लूट के आरोप है तो यूडीएफ के लोगों पर लूटे हुए गोल्ड को बेचने के आरोप लग रहे हैं। പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഗൾഫ് നാടുകളിലുള്ള മലയാളികൾ ആശങ്കപ്പെടേണ്ടെന്നും പൂർണ്ണ സംരക്ഷണം ഒരുക്കിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അത്തരം ആശങ്കകൾ ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുന്നുവെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയെ വിമർശിക്കുന്ന കോൺഗ്രസിന്റെ യുവനേതാവിന് ഇന്ത്യയിലെ യുവാക്കൾ സ്വന്തമായി ഡ്രോൺ നിർമ്മിക്കുന്നത് പോലും അറിയില്ലെന്ന് പ്രധാനമന്ത്രി പരിഹസിച്ചു. കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, NDA ഉപാധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി, സാബുവും ജേക്കബ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രിക്ക് സംസ്ഥാന നേതൃത്വത്തിന്റെ വക ഉപഹാരവും സമ്മാനിച്ചു. മധ്യകേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി 10,000-കണക്കിന് പ്രവർത്തകരാണ് സംസ്ഥാനത്തെ BJPയുടെയും NDAയുടെയും തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചുള്ള മഹാസമ്മേളനത്തിലേക്ക് എത്തിയത്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDAയുടെ ഉറപ്പെന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ ജനപ്രീതി തന്നെയാണ്. അത് വോട്ടാക്കി മാറ്റാൻ തന്നെയാണ് NDA നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി മുന്നോട്ട് വെക്കുന്നതും തന്റെ ഗ്യാരണ്ടി തന്നെയാണ്. ക്യാമറമാൻ CS ബൈജുവിനൊപ്പം കൊച്ചിയിൽ നിന്നും KK പ്രസാദ്, അമൃത ന്യൂസ്. 10,800 കോടി രൂപയുടെ പദ്ധതികൾ കേരളത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി. 5,500 കോടിയിലധികം രൂപ ചെലവിൽ BPCLും 2,650 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ദേശീയപാത പദ്ധതി, 2,140 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച കോഴിക്കോട് ബൈപ്പാസ് അടക്കമുള്ളവയാണ് നാടിന് സമർപ്പിച്ചത്. കേരളം സൗരോർജ്ജ മേഖലയിൽ മുന്നേറണമെന്നും ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതിക്ക് കേരളത്തിൽ ധാരാളം സാധ്യതകളുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ग्रीन और क्लीन एनर्जी की आवश्यकता है और भारत सोलर पावर के मामले में दुनिया के टॉप के देशों में से एक बन चुका है. हमारा प्रयास है कि केरलम भी सोलर पावर जनरेशन में और आगे बढ़े. इसी मकसद से आज वेस्ट कलाड़ा उसमें 50 मेगावाट के फ्लोटिंग सोलर प्रोजेक्ट का फाउंडेशन स्टोन रखा गया है. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ കൊച്ചി റിഫൈനറിയിൽ സ്ഥാപിക്കുന്ന 5,500 കോടിയിലധികം രൂപ ചെലവുള്ള പോളിപ്രൊപ്പലിൻ യൂണിറ്റിന്റെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി നിർവഹിച്ച മുഖ്യ പദ്ധതികളിലൊന്ന്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി 2,650 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച 6-വരിപ്പാത, 2,140 കോടി രൂപ ചെലവിൽ വെങ്ങളം മുതൽ രാമനാട്ടുകര വരെയുള്ള കോഴിക്കോട് ബൈപ്പാസ്, പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന പ്രകാരം നിർമ്മിച്ച 23 ഗ്രാമീണ റോഡുകൾ തുടങ്ങിയ പദ്ധതികളുടെ ഉദ്ഘാടനവും കൊച്ചിയിൽ പ്രധാനമന്ത്രി നിർവഹിച്ചു. കേരളത്തിലെ ദേശീയപാത വികസന പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മന്ത്രിയെ ഒഴിവാക്കിയതും സർക്കാർ ചടങ്ങ് ബഹിഷ്കരിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊന്നും പ്രധാനമന്ത്രി വേദിയിൽ പരാമർശിച്ചില്ല. സംസ്ഥാന സർക്കാർ ബഹിഷ്കരിച്ച ചടങ്ങിൽ ഹൈബി ഈഡൻ MP പങ്കെടുത്തുവെങ്കിലും ബെന്നി ബെഹനാൻ MP, ഉമാ തോമസ് MLA എന്നിവർ സന്നിഹിതരായിരുന്നില്ല. 6 लेन की सड़क बनने से अलीकल पोर्ट की कनेक्टिविटी बेहतर होगी. 6 लेन के कोझिकोड बाईपास से जाम की समस्या कम होगी और इससे ट्रेवल टाइम भी बहुत बच सकेगा. इन सारे प्रोजेक्ट से केरलम के किसानों को लाभ होगा, यहां टूरिज्म और दूसरी इंडस्ट्री को बल मिलेगा. अराउंड 11,000 करोड़ रुपीस के प्रोजेक्ट का शिलान्यास और लोकार्पण हुआ है. मैं केरलम की जनता को इन प्रोजेक्ट्स के लिए बहुत बहुत बधाई देता हूं. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച ഷൊർണൂർ ജംഗ്ഷൻ, കുറ്റിപ്പുറം, ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനുകളുടെയും ഷൊർണൂർ നിലമ്പൂർ റോഡ് റെയിൽവേ ലൈൻ വൈദ്യുതീകരണ പദ്ധതിയുടെയും ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിച്ചത് NDA സർക്കാരാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അഖില കേരള ധീവര സഭയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിക്ക് തന്നോടുള്ള സ്നേഹം ജീവിതത്തിൽ ലഭിച്ച സൗഭാഗ്യങ്ങളിലൊന്നായി കാണുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കടലിന്റെ മക്കളക്ക് നമസ്കാരം. കടലിന്റെ മക്കൾക്ക് നമസ്കാരം പറഞ്ഞായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം ആരംഭിച്ചത്.
തന്നെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളാണ് ഈശ്വരൻ. ജനങ്ങളുടെ അനുഗ്രഹം തേടാനാണ് താൻ എത്തിയതെന്നും ധീവരസഭ സുവർണ ജൂബിലിയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി പറഞ്ഞു. നദിയെയും സമുദ്രത്തെയും മറ്റുള്ളവർ വെറും വിഭവമായി കാണുമ്പോൾ ധീവരസഭയിലെ അംഗങ്ങൾ അതിനെ അമ്മയായി കാണുന്നു. നിങ്ങളുടെ പാരമ്പര്യം ഭാരതത്തിന്റെ ഇതിഹാസവുമായി ബന്ധപ്പെട്ടതാണ്. സദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവിയെ ഞാൻ നമസ്കരിക്കുന്നു. അമ്മയുടെ ജീവിതം നിസ്വാർത്ഥ സേവനത്തിന്റെ ഉദാഹരണമാണ്. അമ്മയ്ക്ക് തന്നോടുള്ള സ്നേഹം ജീവിതത്തിൽ തനിക്ക് ലഭിച്ച സൗഭാഗ്യങ്ങളിൽ ഒന്നായി കാണുന്നുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു. കേരളം के इतिहास में सामाजिक परिवर्तन की पवित्र भूमि रही. पंडित करुप्पन के नेतृत्व में यहीं से सम्मान और समानता की आवाजें उठी थी. उस जज्बे को अखिल केरला धीवरा सभा ने आज भी जीवंत बना रखा है. मैं इस अवसर पर माता अमृतानंदमयी जी को भी नमन करूंगा. उनका जीवन निस्वार्थ सेवा का एक अद्भुत उदाहरण है. उनका मुझ पर जो स्नेह रहा है वो मेरा बहुत बड़ा सौभाग्य है. വർഷങ്ങളായി മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് അവഗണന മാത്രമാണ് ലഭിച്ചത്. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിച്ചത് NDA സർക്കാരാണ്. ഈ സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക മന്ത്രാലയമുണ്ടാക്കി. ഫിഷിംഗ് ഹാർബറുകൾ ആധുനികവൽക്കരിച്ചു. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയിൽ കേരളത്തിനായി മാത്രം 1400 കോടി രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ब्लू इकोनॉमी के असीम पोटेंशियल की दृष्टि से देखा है. ये बीजेपी NDA सरकार ही है जिसने फिशरमैन के हितों के लिए अलग मंत्रालय का गठन किया. हमने फिशरमैन समुदाय को विकास की मुख्य धारा में लाने के लिए कई महत्वपूर्ण कदम उठाए. प्रधानमंत्री मत्स्य संपदा योजना के तहत केरलम के लिए अराउंड 1400 करोड़ रुपीस का प्रावधान किया गया है. इससे फिशरीज में केरलम तेजी से आगे बढ़ रहा है. കേരള എന്നത് കേരളം എന്നാക്കണമെന്ന മലയാളികളുടെ ആവശ്യം നടപ്പിലായെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മലയാളികളുടെ ദീർഘകാലത്തെ ആവശ്യമാണ് ഇതോടെ നിറവേറ്റപ്പെട്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, കൊച്ചി. പ്രധാനമന്ത്രി കൊച്ചിയിൽ നിർവഹിച്ച വികസന പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ച് സംസ്ഥാന സർക്കാർ. ദേശീയപാത 66ന്റെ ഉദ്ഘാടന വേദിയിൽ വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയതിലെ പ്രതിഷേധമാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും രേഖപ്പെടുത്തിയത്. ജനാധിപത്യ മര്യാദകളുടെ ലംഘനമെന്നും രാഷ്ട്രീയ പകപോക്കലെന്നും മന്ത്രിമാരും CPM നേതൃത്വവും ആരോപിച്ചു. അതേസമയം പ്രധാനമന്ത്രിയുടെ പരിപാടി ബഹിഷ്കരിച്ച സംസ്ഥാന സർക്കാരിന്റെ നടപടി മര്യാദകേടെന്ന് BJP നേതൃത്വം വിമർശിച്ചു. പ്രധാനമന്ത്രിയുടെ വരവും മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരുടെ ബഹിഷ്കരണവും ഈ തിരഞ്ഞെടുപ്പ് വേളയിൽ വിവാദ കൊടുങ്കാറ്റായി മാറുകയാണ്. ദേശീയപാത 66ന്റെ ഉദ്ഘാടനത്തിൽ വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയതിലെ പ്രോട്ടോകോൾ ലംഘനമാണ് സംസ്ഥാന സർക്കാർ ഉയർത്തിക്കാട്ടുന്നത്. നോട്ടീസിലടക്കം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുടെ പേരുണ്ടായിട്ടും ദേശീയപാത അതോറിറ്റിയുമായി കരാറിൽ ഒപ്പിട്ട വകുപ്പ് മന്ത്രിയെ ഒഴിവാക്കിയതിൽ കടുത്ത പ്രതിഷേധമാണ് സർക്കാർ രേഖപ്പെടുത്തിയത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രധാനമന്ത്രിയുടെ ചടങ്ങിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നു. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരായ MP രാജേഷിന്റെയും K കൃഷ്ണൻകുട്ടിയുടെയും പേരുകളാണ് ചടങ്ങിലുണ്ടായിരുന്നത്. അവസാന നിമിഷമാണ് മന്ത്രിമാർക്ക് ഇത് സംബന്ധിച്ച അറിയിപ്പ് ലഭിച്ചതെന്നും വിമർശനമുണ്ട്. ജനാധിപത്യ മര്യാദകളുടെ ലംഘനമെന്നും തെരഞ്ഞെടുപ്പ് വേളയിൽ ക്രെഡിറ്റ് മുഴുവൻ BJPക്ക് ഒറ്റയ്ക്കെടുക്കാനുള്ള ശ്രമമെന്നും മന്ത്രിമാർ പൊട്ടിത്തെറിച്ചു. രാഷ്ട്രീയ പകപോക്കലെന്ന് CPM നേതൃത്വവും ആരോപിച്ചു. അങ്ങേയറ്റത്തെ മര്യാദകേടാണ് ഇന്ത്യ ഗവൺമെന്റ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ കാണിച്ചത്. അദ്ദേഹത്തോടോ സംസ്ഥാന സർക്കാരിനോട് മാത്രമുള്ള മര്യാദകേടല്ല, മതനിരപേക്ഷ കേരളത്തോടുള്ള പ്രധാനമന്ത്രിയുടെ വെല്ലുവിളിയാണ്. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമാണ്. അതിൻ്റെ ലിസ്റ്റ് വന്നപ്പോൾ PWD മന്ത്രിയില്ല, BJP സ്റ്റേറ്റ് പ്രസിഡന്റ് ഉണ്ട്. BJP സ്റ്റേറ്റ് പ്രസിഡന്റ് PWD മന്ത്രിയെ വെട്ടി വരേണ്ട ആളാണോ? ഈ സർക്കാരിനെ ജനങ്ങൾ തിരഞ്ഞെടുത്താണ്. X or Y ആര് വേണമെങ്കിലും വകുപ്പ് മന്ത്രിയാവാം. മുഹമ്മദ് റിയാസോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആരും ആയിക്കൊള്ളട്ടെ. ദേശീയപാത ഉദ്ഘാടനങ്ങൾ കേരളത്തിന്റെ പട്ടികകൾ എടുത്തു പരിശോധിച്ചാൽ എല്ലാ കാലത്തും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഉണ്ടാവാറുണ്ട്, സ്വാഭാവികമാണ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിലൂടെയാണ് ഈ രണ്ടാമത്തെ ഉദ്ഘാടനം ചെയ്യുന്ന റീച്ച് കടന്നു പോകുന്നത്. എന്നിട്ടും അദ്ദേഹത്തെ ഈ പരിപാടിയുടെ ഭാഗമായി ക്ഷണിച്ചില്ല എന്നുള്ളത് വ്യക്തിപരമായ പ്രശ്നമല്ല, കേരളത്തോടെടുക്കുന്ന BJP
ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയമായ പകപോക്കലാണ്. അതേസമയം സർക്കാർ നിലപാട് മര്യാദകേടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. ഇതെല്ലാം വിവാദം സൃഷ്ടിക്കാൻ ഒരു തന്ത്രമാണെന്ന് ഞാൻ ഏറെ ബഹുമാനനായ മുഖ്യമന്ത്രിയോട് പറയുന്നു. ഈ വിവാദ രാഷ്ട്രീയത്തിൻ്റെ കാലങ്ങളെല്ലാം കഴിഞ്ഞു. നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊപ്പം ഒരു മന്ത്രി വരണമെങ്കിൽ നിങ്ങൾ അത് ഗവൺമെൻറ്റിനോട് പറഞ്ഞാൽ എന്താണ് 7 ദിവസം മുമ്പ് പറയാത്തത്? മുഖ്യമന്ത്രിയെ ഇൻവൈറ്റ് ചെയ്തില്ലേ? ഇനിയിപ്പോൾ മുഖ്യമന്ത്രി അല്ലേ ഹെഡ് ഓഫ് സ്റ്റേറ്റ്? എന്നാൽ ദേശീയപാത ഉദ്ഘാടന വേദിയിൽ പൊതുമരാമത്ത് മന്ത്രിയെ ക്ഷണിക്കാത്തതിലെ വിമർശനം കോൺഗ്രസ് നേതാക്കളും മറച്ചുവെച്ചില്ല. യാസിനെ വിളിക്കേണ്ടതായിരുന്നു. സംസ്ഥാനത്തെ PWD മന്ത്രിയാണ്. സാമാന്യ മര്യാദയെ വിളിക്കേണ്ടതായിരുന്നു. 2014 കേരളത്തിൽ ദേശീയപാത വികസനം വേണ്ട എന്ന് അവസാനിപ്പിച്ചിടത്തു നിന്ന് 2016 LDF സർക്കാർ ഏറ്റെടുത്തു നടത്തിയ കഠിന പ്രയത്നങ്ങൾ എണ്ണിപ്പറയുകയാണ് ഭരണകൂടം. ദേശീയപാത കടന്നുപോകുന്ന മറ്റു സംസ്ഥാനങ്ങൾ ഒന്നും തന്നെ ഒരു തുക പോലും നൽകാതിരുന്നിടത്ത് സംസ്ഥാനം നൽകിയ കോടികളുടെ കണക്കും സർക്കാർ നിരത്തുന്നു. പ്രതിഷേധത്തിന്റെ ഭാഗമായി സമാന്തര ഉദ്ഘാടനവും റോഡ് ഷോയും നടത്തിയെങ്കിലും പ്രധാനമന്ത്രിയുടെ ചടങ്ങ് മുഖ്യമന്ത്രി ബഹിഷ്കരിച്ചതിലെ രാഷ്ട്രീയ പോരാട്ടം മറ്റൊരു പോർമുഖത്തിനുകൂടി വഴി തുറക്കുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. NH-66 ഉദ്ഘാടന വേദിയിലേക്ക് ക്ഷണിക്കാത്ത സംഭവത്തെ രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്തുകയാണ് CPM. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്ന അതേസമയം തന്നെ രാമനാട്ടുകര മുതൽ വെങ്ങളം വരെ മന്ത്രി PA മുഹമ്മദ് റിയാസിനെ കൊണ്ട് റോഡ് ഷോ നടത്തി ജനകീയമായി ഉദ്ഘാടനം ചെയ്താണ് CPM ഇതിനോട് പ്രതികരിച്ചത്. അതേസമയം പൊതുമരാമത്ത് മന്ത്രിയെ ക്ഷണിക്കാത്തത് ശരിയായില്ല എന്ന അഭിപ്രായ പ്രകടനവുമായി മുസ്ലിം ലീഗ് നേതൃത്വവും രംഗത്തെത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ NH-66 ഉദ്ഘാടന വേദിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട സംഭവത്തെ രാഷ്ട്രീയമായി തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്നതിനുള്ള ആലോചനയിൽ നിന്നാണ് CPIM സമാന്തര ഉദ്ഘാടനവുമായി രംഗത്തെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്ന അതേസമയം തന്നെ രാമനാട്ടുകര മുതൽ വെങ്ങളം വരെ വാഹനത്തിൽ യാത്ര ചെയ്ത് ജനകീയ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. വ്യക്തിപരമായല്ല ഇതിനെ കാണുന്നത്. മന്ത്രിയെ മാറ്റി നിർത്തി BJP സംസ്ഥാന അധ്യക്ഷനെ വേദിയിൽ കൊണ്ടുവന്നതിനെ രാഷ്ട്രീയമായാണ് ചോദ്യം ചെയ്യുന്നതെന്ന് മന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ മന്ത്രിക്കെതിരെ നടത്തിയ പ്രസ്താവനയെ വ്യക്തിയാധിക്ഷേപം നടത്തുന്നത് ജനങ്ങൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞാണ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പ്രതിരോധിച്ചത്. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് ആശയപരമായ പോരാട്ടമാണ്. വ്യക്തിപരമായ അധിക്ഷേപങ്ങളോ ഒരു ഗുസ്തി മത്സരമല്ല. 2 രാഷ്ട്രീയ നേതാക്കന്മാരെ ഒരു മുറിയിലിട്ട് പൂട്ടി അവർ തമ്മിലടിച്ച് അതിൽ ആരാണോ രക്ഷപ്പെട്ടു വരുന്നത് അവരുടെ രാഷ്ട്രീയമാണ് ശരി എന്ന് വിശ്വസിക്കുന്ന രീതിയല്ലല്ലോ ജനാധിപത്യ രീതി. ദേശീയപാതയിലെ സംസ്ഥാന സർക്കാരിന്റെ പങ്കിനെ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാനുള്ള പ്രചരണമാക്കി മാറ്റാനാണ് CPIM ശ്രമിക്കുന്നത്. അതേസമയം മന്ത്രിയെ വിളിക്കാതിരുന്നത് ശരിയായില്ലെന്ന് പറഞ്ഞ മുസ്ലിം ലീഗ് നേതാക്കളും പിന്തുണയുമായി രംഗത്തെത്തി. വിളിക്കാതെ നടത്തുന്നതൊക്കെ വളരെ ചീപ്പാണ്. അതിന് ഉപയോഗിക്കാവുന്ന ഒരു പദം എന്ന് പറയുന്നത് അതൊക്കെ വളരെ ചീപ്പാണ്. ജനാധിപത്യ സംവിധാനത്തിൽ, ഒരു ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാന ഭരണം ആർക്കാണെങ്കിലും അവർക്ക് അർഹമായ പ്രാതിനിധ്യം കൊടുക്കേണ്ടത് നിർബന്ധമാണ്, മര്യാദയാണ്. രാഷ്ട്രീയമായി 2 ധ്രുവങ്ങളിലാണെങ്കിലും ദേശീയപാത നിർമ്മാണത്തിൽ ഉൾപ്പെടെ വികസന കാര്യങ്ങളിൽ കേന്ദ്രവും സംസ്ഥാനവും ഒന്നിച്ച് നീങ്ങുകയാണെന്ന പ്രതീതിയാണ് പലപ്പോഴും ഉണ്ടായിരുന്നത്. എന്നാൽ പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടന സമയം തന്നെ സമാന്തര ഉദ്ഘാടനം നടത്തിയതോടെ കേന്ദ്ര സംസ്ഥാന പോരിനു കൂടെയാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. മുൻപ് കേന്ദ്രമന്ത്രിയായിരുന്ന BJP സംസ്ഥാന അധ്യക്ഷനും ഇതിലൊരു വശത്തുണ്ട് എന്നുള്ളതും പോരിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കുന്നു. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. 2016 മുതൽ 2026 വരെയുള്ള കാലയളവിൽ പ്രധാനപ്പെട്ട പല പദ്ധതികളുടെയും ഉദ്ഘാടന ചടങ്ങുകളിൽ നിന്ന് സംസ്ഥാന സർക്കാരിനെ ബോധപൂർവം ഒഴിവാക്കുന്നുവെന്ന പരാതി ശക്തമാണ്. ഫെഡറൽ സംവിധാനത്തിന് വിരുദ്ധമായ ഇത്തരം നീക്കങ്ങൾക്കെതിരെ ഇടതുമുന്നണി രാഷ്ട്രീയ പോരാട്ടം കടുപ്പിക്കുകയാണ്. 2022 കൊച്ചി മെട്രോ 2ാം ഘട്ടത്തിന്റെ ശിലാസ്ഥാപനം നടന്നപ്പോൾ തുടങ്ങിയതാണ് ഈ പ്രോട്ടോകോൾ തർക്കം. മെട്രോ പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിന് 50% ഓഹരി പങ്കാളിത്തമുണ്ടായിട്ടും ചടങ്ങിന്റെ ആസൂത്രണത്തിലും ഫലകങ്ങളിലും സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികൾക്ക് അർഹമായ പ്രാധാന്യം നൽകിയില്ല എന്നതായിരുന്നു പ്രധാന പരാതി. മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലുണ്ടായിരുന്നുവെങ്കിലും കേന്ദ്ര ഏജൻസികൾ തയ്യാറാക്കിയ പ്രോട്ടോകോൾ പട്ടികയിൽ സംസ്ഥാന മന്ത്രിമാരെയും പ്രാദേശിക ജനപ്രതിനിധികളെയും തടഞ്ഞത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കി. കേരളത്തിലെ ആദ്യ വന്ദേ ഭാരത് ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് വേദി മറ്റൊരു രാഷ്ട്രീയ പോർവിളിയായി മാറി. റെയിൽവേ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസ്ഥാന സർക്കാരിനെ കേവലം ഒരു അതിഥിയായി മാത്രം ഒതുക്കിയെന്നും റെയിൽവേയുടെ നേട്ടമായി മാത്രം പദ്ധതിയെ ചിത്രീകരിച്ചുവെന്നും സർക്കാർ വൃത്തങ്ങൾ ആരോപിച്ചു. സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞത്തിന്റെ വിവിധ ഘട്ടങ്ങളിലെ കേന്ദ്ര ആവിഷ്കൃത ചടങ്ങുകളിൽ സംസ്ഥാന മന്ത്രിമാരെയും ജനപ്രതിനിധികളെയും തടഞ്ഞത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയായി. വികസനത്തിൽ രാഷ്ട്രീയം കലർത്തുന്ന കേന്ദ്ര സമീപനമാണ് ഇതെന്ന് ഇടതുമുന്നണി ആരോപിക്കുന്നു.
ദേശീയപാത 66ന്റെ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കാൻ 25% തുക നൽകിയത് സംസ്ഥാന സർക്കാരാണ്. എന്നാൽ ഇതിന്റെ ശിലാഫലകങ്ങളിലും ഔദ്യോഗിക ചടങ്ങുകളിലും സംസ്ഥാന സർക്കാരിന്റെ പേരോ ലോഗോയോ നൽകാൻ കേന്ദ്രം തയ്യാറായില്ല എന്നത് വലിയ രാഷ്ട്രീയ ആയുധമായി മാറി. സംസ്ഥാനത്തിന്റെ പണം കേന്ദ്രത്തിന്റെ പേര് എന്ന മുദ്രാവാക്യവുമായി ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. അവസാനമായി അമൃത് ഭാരത് പദ്ധതി പ്രകാരം റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുമ്പോഴും സംസ്ഥാന സർക്കാരിനെ നോക്കുകുത്തിയാക്കി കേന്ദ്രം മുന്നോട്ടു പോയി. ജനപ്രതിനിധികളെ അറിയിക്കാതെയും ചടങ്ങുകളിൽ വേണ്ടത്ര പ്രാധാന്യം നൽകാതെയും റെയിൽവേ ഏകപക്ഷീയമായി പരിപാടികൾ സംഘടിപ്പിക്കുന്നു എന്നതായിരുന്നു പുതിയ രീതി എന്ന് ഇടതുമുന്നണി ആരോപിച്ചു. വികസന പദ്ധതികൾക്ക് പണം നൽകുന്നതിൽ സംസ്ഥാനത്തിന് പങ്കുണ്ടായിട്ടും ക്രെഡിറ്റ് മുഴുവൻ കേന്ദ്രം ഏറ്റെടുക്കുന്നു എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രധാന പരാതി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ ഈ അവഗണനകൾ ഒരു പ്രധാന രാഷ്ട്രീയ ആയുധമാക്കി ഉയർത്തിക്കൊണ്ടുവരാനാണ് ഇടതുമുന്നണിയുടെ നീക്കം. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിന് ഡൽഹിയിൽ ചർച്ച തുടരുന്നു. കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുത്ത സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ 50 മണ്ഡലങ്ങളിൽ ധാരണയായി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകും. അതേസമയം കൂടുതൽ എംപിമാർ മത്സരിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചത് നേതൃത്വത്തിന് തലവേദനയാണ്. ഡൽഹിയിൽ സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷനുമായി കേരളത്തിലെ മുതിർന്ന നേതാക്കൾ തുടർച്ചയായി നടത്തിയ ചർച്ചകൾക്കൊടുവിൽ 50 മണ്ഡലങ്ങളിൽ ധാരണയിലെത്തി. 22 സിറ്റിംഗ് MLA-മാരിൽ പാലക്കാട്ടും തൃപ്പൂണിത്തറയിലും ഒഴികെ 20 പേരും മത്സരിക്കട്ടെ എന്നാണ് സംസ്ഥാന നേതാക്കളുടെ തീരുമാനം. പെരുമ്പാവൂരിൽ ഹൈക്കമാൻഡ് തീരുമാനം അന്തിമമാകും. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കളാണ് കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തിയത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ എല്ലാ വശവും പരിശോധിച്ച് ഹൈക്കമാൻഡ് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചു. ചർച്ചകൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, തുടരുകയാണ്. എല്ലാം ചർച്ച ചെയ്യും. ഹൈക്കമാൻഡ് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും. കെ സുധാകരനും അടൂർ പ്രകാശിനും പുറമെ കൂടുതൽ MPമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള താൽപര്യം പ്രകടിപ്പിച്ചതും നേതൃത്വത്തിന് തലവേദനയാണ്. MPമാർ മത്സരിക്കുന്നതിൽ തീരുമാനം പൂർണ്ണമായും ഹൈക്കമാൻഡിൻ്റെതാണെന്നും ആഗ്രഹം എല്ലാവരും പ്രകടിപ്പിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. ആർക്കും ആഗ്രഹിക്കാൻ പാടില്ല. നേരത്തെ MPമാർ മത്സരിച്ചിട്ടുണ്ട്, MLA-മാർ മത്സരിച്ചിട്ടുണ്ട്. അതൊന്നും ആരും ആഗ്രഹിക്കുന്നതിലൊന്നും ഒരു തെറ്റും പറയാൻ പറ്റില്ല. പക്ഷേ പാർട്ടിയാണ് മത്സരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും. MPമാർ മത്സരിക്കുന്ന വിഷയത്തിൽ തന്റെ നിലപാട് പരസ്യമായി പറയുന്നില്ല എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. നിലവിൽ 50 സീറ്റുകളിൽ ധാരണയായെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടെ മാത്രമായിരിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുക. അമൃത ന്യൂസ്, ന്യൂഡൽഹി. മൗനം വെടിയാനൊരുങ്ങി G. സുധാകരൻ. മുതിർന്ന CPM നേതാവ് G. സുധാകരൻ നാളെ വിശദമായി മാധ്യമങ്ങളെ കാണും. രാവിലെ 11 മണിക്ക് പറവൂരിലെ വീട്ടിലായിരിക്കും മാധ്യമങ്ങളെ കാണുക. തിരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴ മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിക്കുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നാളെ തീരുമാനം അറിയിച്ചേക്കും. മാധ്യമങ്ങളെ കാര്യങ്ങൾ അറിയിക്കാൻ ആലപ്പുഴ ജില്ലയിലെ മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടുത്തി വാട്സാപ്പ് ഗ്രൂപ്പും സുധാകരൻ ആരംഭിച്ചിരുന്നു. ഈ ഗ്രൂപ്പിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത്. BJPക്ക് പിന്നാലെ നേമം മണ്ഡലത്തിൽ ചുവരെഴുത്ത് ആരംഭിച്ച് UDF. സ്ഥാനാർത്ഥിയുടെ പേരില്ലാതെയാണ് ചുവരെഴുത്ത് ആരംഭിച്ചിരിക്കുന്നത്. നേമം സീറ്റ് ഘടകകക്ഷികൾക്ക് നൽകാതെ കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളെ മത്സരിപ്പിക്കണമെന്നാണ് പ്രവർത്തകരുടെ ആവശ്യം. രാഷ്ട്രീയ കേരളം മുഴുവൻ കാത്തിരിക്കുന്ന നേമം മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് UDF. BJPയുടെ സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖറും LDFന്റെ സ്ഥാനാർത്ഥിയായി നിലവിലെ സിറ്റിംഗ് MLA ആയ മന്ത്രി V. ശിവൻകുട്ടിയും മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ച സ്ഥിതിയാണ്. ഒരു ത്രികോണ മത്സരം പ്രതീക്ഷിക്കുന്ന മണ്ഡലത്തിൽ UDFന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്ന ആകാംക്ഷകൾക്കിടയിലാണ് ഇപ്പോൾ UDF പ്രവർത്തകർ ചുവരെഴുത്തുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സ്ഥാനാർത്ഥിയുടെ പേരില്ലാതെയാണ് ചുവരെഴുത്ത്. നേമത്ത് നേരത്തെ തന്നെ BJP ചുവരെഴുത്ത് തുടങ്ങിയിരുന്നു. നേമം സീറ്റ് ഘടകകക്ഷികൾക്ക് നൽകരുതെന്നും കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളിൽ ആരെങ്കിലും ഒരാളെ മത്സരിപ്പിക്കണമെന്നും പ്രവർത്തകർ ആവശ്യപ്പെട്ടു. വിജയസാധ്യതയുള്ള ഏതൊരു സ്ഥാനാർത്ഥിയെ നിർത്തി എന്ന് പറഞ്ഞാൽ കൈപ്പത്തി ചിഹ്നത്തിലുള്ള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി, അതല്ലാതെ മറ്റ് ഘടകകക്ഷിയല്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യവും ശ്രീമാൻ K. മുരളീധരനാണ് 2021 ഇവിടെ മത്സരിച്ചു. അദ്ദേഹം നിസ്സാര വോട്ടിന് പിറകെ പോയി. ഒള്ളി സിമ്പിൾ പാം കൈപ്പത്തി അല്ലാതെ ഇവിടെ ഇനി ജയിക്കില്ല. അല്ലെ ഇനിയും കൊണ്ടുവന്ന് ഘടകകക്ഷിക്ക് കൊടുത്താൽ ഈ മണ്ഡലം പോക്കാവും. നമ്മുടെ KPCCയും DCCയും ഞങ്ങൾക്ക് ഒരു കോൺഗ്രസിൻ്റെ ഒരു കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ ഒരു സ്ഥാനാർത്ഥിയെ തന്നാൽ ഞങ്ങൾ ആരായിരുന്നാലും ശരി തന്നെ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. VD സതീശൻ നയിച്ച UDFന്റെ പുതുയുഗ യാത്രയ്ക്ക് പിന്നാലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണവും ആരംഭിച്ചിരുന്നു. ഉടൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
പണിതീരാത്ത കായിക ഭവൻ കെട്ടിടം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്ത സംഭവം വിവാദമാകുന്നു. 7 നിലകളിൽ ഒരുങ്ങുന്ന കെട്ടിടത്തിന്റെ ആദ്യഘട്ട ഉദ്ഘാടനമാണ് മന്ത്രി നിർവഹിച്ചത്. കർട്ടൻ ഉപയോഗിച്ച് മറച്ചായിരുന്നു കെട്ടിടം ഉദ്ഘാടനത്തിനായി ഒരുക്കിയിരുന്നത്. അതേസമയം കായിക മന്ത്രിക്കെതിരെ കേരള ഒളിമ്പിക് അസോസിയേഷനും പ്രതിഷേധവുമായി രംഗത്തെത്തി. 7 നിലയിൽ ഒരുങ്ങുന്ന കായിക ഭവന്റെ ആദ്യഘട്ട ഉദ്ഘാടനമാണ് നടന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിനു മുൻപ് കായിക ഭവന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിൽ കടുത്ത വിമർശനം ഉയരുന്നതിനിടെയായിരുന്നു കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ തന്നെ എത്തി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തിയത്. 25 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ആദ്യഘട്ടമായുള്ള 3 നിലകളുടെ നിർമ്മാണം പൂർത്തിയായതായി മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. 25 കോടി രൂപയാണ് ഇതിന്റെ നിർമ്മാണ ചെലവായി നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ സംസ്ഥാന കായിക വകുപ്പിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 8.5 കോടി ചെലവിൽ 3 നിലയാണ് പൂർത്തീകരിക്കുന്നത്. ആ 3 നിലയുടെ നിർമ്മാണം ഈ 8.5 കോടി രൂപ ചെലവിൽ ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്നാൽ കായിക ഭവന്റെ നിർമ്മാണത്തിനായി ആദ്യഘട്ടമായി അനുവദിച്ച 8.5 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പൂർത്തിയാക്കിയത് എന്ന് മന്ത്രി പിന്നീട് ന്യായീകരിച്ചു. കായിക വകുപ്പിൻ്റെ പ്ലാൻ ഫണ്ടാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ആ പ്ലാൻ ഫണ്ടിൽ ഉണ്ടായിരുന്നത് 7 കോടി രൂപയായി. അതിൽ 6.5 കോടി രൂപയുടെ കൊട്ടേഷൻ അല്ലെങ്കിൽ ടെൻഡർ എടുത്തു. ആ പണികൾ ഇവിടെ പൂർത്തിയായി. അതാണ് 1ാം ഘട്ടം. 2ാം ഘട്ടം പൂർത്തീകരിക്കുകയാണെങ്കിൽ ഇനി 7 കോടി രൂപ വേണം. അത് ഇത്തവണത്തെ ബഡ്ജറ്റിൽ നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. ആ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് 2ാം ഘട്ടം പ്രവർത്തനം നടത്തും. അതിലൊരു അത്ഭുതമില്ല. ഇനി 2 കാര്യങ്ങളുള്ളത്. ഫർണിഷിംഗ് ഉണ്ട്. ഫർണിഷിംഗ് ആണ് വരാനുള്ളത്. നിങ്ങൾക്കറിയാം, ഒരു കെട്ടിടത്തിൻ്റെ ഫർണിഷിംഗ് പൂർത്തീകരിക്കാനുള്ള സമയമെടുക്കണം. ഡയറക്ടറേറ്റാണ് ഇങ്ങോട്ട് മാറ്റാൻ പോകുന്നത്. അതിൻ്റെ രേഖകൾ മാറ്റാനുള്ള സമയങ്ങൾ വേണം. അറിയാലോ, ഫയലുകൾ മാറ്റണം, പുതിയ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അതിൻ്റെ എല്ലാം തന്നെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു. അത് സാധാരണ കെട്ടിട ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ആ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നമ്മൾ പൂർത്തീകരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. ഒരു കായിക വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കെട്ടിടമാണ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. അതിൽ ലഭിച്ച പണം മുഴുവൻ നമ്മളിപ്പോൾ ചെലവാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത് പൂർത്തീകരിച്ചൊരു കെട്ടിടം അത് തുറന്നു കൊടുക്കുക എന്നുള്ളത് ആ വകുപ്പിനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതേസമയം കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ കായിക ഭവനിലേക്ക് ധർണ സംഘടിപ്പിച്ചു. കായിക ഭവനിൽ ഒളിമ്പിക് അസോസിയേഷന് പ്രത്യേക സ്ഥലം അനുവദിക്കുമെന്ന കരാർ സർക്കാർ ലംഘിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു ധർണ. കേരളത്തിലെ കായിക മേഖലയുടെ അവസ്ഥയാണ് കായിക ഭവന് എന്നും കായിക താരങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ആവശ്യമായ സൗകര്യങ്ങൾ നൽകുന്നില്ല എന്നും ഒളിമ്പിക് അസോസിയേഷൻ ആരോപിച്ചു. കേരളത്തിലെ 5 വർഷമായി ഈ മന്ത്രി ചാർജ് എടുത്തത് മുതൽ 5 വർഷമായി കേരളത്തിൻ്റെ അവസ്ഥ ഇതാണ്. ഇത് കെട്ടിടത്തിൽ മാത്രമല്ല, കേരളത്തിലെ കായിക താരങ്ങളുടെ അവസ്ഥ. അദ്ദേഹം നേരിട്ട് നിയന്ത്രിക്കുന്ന സ്പോർട്സ് ഹോസ്റ്റലുകൾ 6, 7, 8 മാസം പെൻഡിങ് ഇട്ടാണ് ആഹാരത്തിനുള്ള കാശ് കൊടുക്കുന്നത്. കുട്ടികൾ പട്ടിണിയിലാണ്. ഞാൻ പറഞ്ഞല്ലോ, പണിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കായിക മേഖലയുടെ അവസ്ഥയാണ് ഈ കെട്ടിടത്തിൻ്റെ അവസ്ഥയും. കായിക മേഖലയും കെട്ടിടവും കൂടെ നോക്കിയാൽ രണ്ടും ഒരുപോലെ ഇരിക്കും. അദ്ദേഹത്തിന് ഈ വീക്ഷണമാണുള്ളത്. കായിക ഭവന്റെ നിർമ്മാണം ഇതുവരെ പൂർണ്ണമായിട്ടില്ല എന്ന് മാത്രമല്ല, കർട്ടനിട്ട് മറച്ചാണ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിനായി ഒരുക്കിയിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണിതെന്ന വിമർശനവും ഉയരുന്നുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് പാചകവാതക പ്രതിസന്ധി രൂക്ഷമാകുന്നു. ഹോട്ടലുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും ഭക്ഷണ വിതരണത്തെ പ്രതിസന്ധി പ്രതികൂലമായി ബാധിക്കുകയാണ്. പാചകവാതകത്തിന്റെ ലഭ്യത ഉറപ്പാക്കാൻ കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര പെട്രോളിയം മന്ത്രിക്കും പ്രധാനമന്ത്രിക്കും കത്തയച്ചിട്ടുണ്ട്. രജിത് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. സംസ്ഥാനത്ത് പാചകവാതക സിലിണ്ടറിൻ്റെ ക്ഷാമം അത് എല്ലാ മേഖലയിലും ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. പ്രധാനമായും റെസ്റ്റോറൻ്റ് അടക്കമുള്ള മേഖലകളെയാണ് അത് ബാധിച്ചു തുടങ്ങിയിരിക്കുന്നതെങ്കിൽ മറ്റ് സന്നദ്ധ സംഘടനകളുടെ ആഹാര വിതരണം അടക്കം, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മെഡിക്കൽ കോളേജിലാണ്. മെഡിക്കൽ കോളേജിലെ സന്നദ്ധ സംഘടനകളുടെയൊക്കെയും ആഹാര വിതരണത്തെ പോലും അത് ബാധിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അതിന് ഏറ്റവും ഉദാഹരണമാണ് ജോയ്കുട്ട് സാറ് നമ്മളിപ്പം ചേരുകയാണ്. അദ്ദേഹം സ്ഥിരമായി ആഴ്ചയിൽ 2 ദിവസം മെഡിക്കൽ കോളേജിൽ ആഹാരം എത്തുന്ന രോഗികൾക്കുൾപ്പെടെ അല്ലെങ്കിൽ അവരുടെ കൂട്ടിരിപ്പുകാർക്കുൾപ്പെടെ ആഹാരം നൽകുന്ന ആളായിരുന്നു. ഇന്ന് അദ്ദേഹം എത്തിയത് സാധാരണ രീതിയിൽ അദ്ദേഹം ചോറും കറികളും ഒക്കെയാണ് നൽകാറുള്ളതെങ്കിൽ ഇന്ന് ബേക്കറി ഐറ്റംസാണ് ഇന്ന് അദ്ദേഹത്തിന് വിതരണം ചെയ്യാൻ കഴിഞ്ഞത്. അതിലൊരു പ്രധാന കാരണം തന്നെ ഈ പാചകവാതകത്തിൻ്റെ സിലിണ്ടറിൻ്റെ ഒരു പ്രതിസന്ധിയാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. സാറേ, എത്ര വർഷമായി സാർ ഈ ഇത്തരത്തിൽ വിതരണം ഇതുപോലെ ആരംഭിച്ചിട്ട്? ഒപ്പം തന്നെ ഇത്തരം ഒരു പ്രതിസന്ധി ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. ഇന്നത്തെ പ്രതിസന്ധിയുടെ കാരണം എന്താണ്? ഞാൻ 20 വർഷമായിട്ട് ഇവിടെ മെഡിക്കൽ കോളേജിൽ ആദ്യം നമ്മൾ ചോറും കറികളും കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ കോവിഡിന് ശേഷം ചപ്പാത്തിയും കറിയൊക്കെ ആക്കി.
ഇങ്ങനെ ഇതുവരെ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ല ഇത്രയും വർഷക്കാലമായിട്ട്. ഇപ്പോൾ ഈ ഒരു പ്രതിസന്ധി മൊത്തത്തിൽ ജനങ്ങളെ ഒരു ആകുലപ്പെടുത്തിയിരിക്കുക. കാരണം സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിലിണ്ടറൊക്കെ ഉള്ളവർ അത് പെട്ടെന്ന് അത് തീർന്നു കഴിഞ്ഞിട്ട് അവർ ഈ സിറ്റിയിലൊക്കെ വിറക് കത്തിക്കാനോ അങ്ങനെ ഒന്നും പറ്റാത്തവർ ഇവർ ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ല, ബുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇത് മൊത്തത്തിൽ ഇപ്പോൾ ഇവിടെ എനിക്ക് ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാത്ത ഒരു കാര്യമാണ്. ഞാൻ ഇന്ന് ബേക്കറി സാധനം അല്ലെങ്കിൽ ബ്രെഡോ അങ്ങനെയുള്ളതൊക്കെ ഞാൻ കൊണ്ടുവരേണ്ടി വന്നത്. ഇത് മൊത്തത്തിൽ ഇപ്പം ഗാർഹിക സിലിണ്ടർ കൂട്ടി, വാണിജ്യ സിലിണ്ടറിൻ്റെ റേറ്റ് കൂട്ടി. ഇത് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിസന്ധിയായിട്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ എല്ലാ മേഖലയെയും ഇത് ബാധിക്കും. സാധാരണ കച്ചവടക്കാരെ തൊട്ട് പെട്ടി കച്ചവടക്കാരെ തൊട്ട് ഇപ്പോൾ ഈ അന്നദാനം ഈ ഭക്ഷണം കൊടുക്കുന്നതിന് ഇത്രയും പേര് ഇന്ന് കണ്ടില്ലേ, ഭയങ്കര തിരക്കാണ്. അവർക്ക് ഭക്ഷണം ഇന്ന് കിട്ടിയിട്ടില്ല. അവരതുകൊണ്ടാണ് ഈ ബ്രെഡ് വാങ്ങിക്കാനായിട്ട് അവർ തിക്കി കൂടി വന്നത്. അപ്പം മൊത്തത്തിൽ ഇത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റുകയുള്ളൂ. സാറിൻ്റെ ഈ ഒരു സന്നദ്ധ പ്രവർത്തനം ഇവിടെ മാത്രമല്ല, മറ്റേ എനിക്കൊന്ന് ആഴ്ചയിൽ 3 ദിവസം മറ്റ് ഒരു സ്ഥലത്തും കൂടി അത് നടത്തുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അത് കൂടുതലൊരു ഇപ്പം അടുത്ത ദിവസങ്ങളിൽ ഈ ബ്രെഡ് എന്ന് പറയുക അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ് തന്നെ വാങ്ങുക എന്ന് പറയുന്നതും അതും വളരെ ചിലവേറിയ ഒരു കാര്യം കൂടിയായിരുന്നു. ഇല്ല അടുത്ത ദിവസങ്ങളിൽ ഇങ്ങനെ എനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ബ്രെഡിന് ഇത് ചെയ്യത്തില്ല. അപ്പോൾ നിർത്തി വയ്ക്കേണ്ടി വരും ദിവസങ്ങളിൽ. അപ്പം ഇവിടെ ഈ പാവപ്പെട്ട സാധാരണക്കാരെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും അത് വലിയ ഒരു ബുദ്ധിമുട്ടായിട്ടും അവരുടെ അനുദിന ചെലവിൽ ഒരു മാറ്റം വരാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അവർക്കൊരു ആശ്വാസമാണ് നമ്മൾ വീട്ടിലുണ്ടായിക്കൊണ്ട് വരുന്നത്. അപ്പം ഇത് മാറിയില്ലെങ്കിൽ എനിക്ക് ബ്രെഡിനെ ഞാൻ എന്നും ഇത് കൊടുക്കാൻ താല്പര്യമില്ല. അപ്പോൾ ഇന്നിങ്ങനെ ഒന്ന് സംഭവിച്ചതേ ഉള്ളൂ. മറ്റ് സ്ഥലങ്ങളിലും ഞാൻ കൊടുക്കാനായിട്ട് പ്ലാനുണ്ട്. അത് പ്രതിസന്ധിയിൽ തന്നെയാണ് ഞാൻ കാണുന്നത്. ഇതുതന്നെയാണ് എല്ലാ മേഖലകളിലേക്കും, അത് സംസ്ഥാനത്ത് തന്നെ അല്ലെങ്കിൽ രാജ്യത്ത് തന്നെ അതൊരു വലിയ പ്രതിസന്ധിയായി വരികയാണ്. അതിപ്പോൾ സംസ്ഥാനത്തേക്ക് കൂടുതലായി വരുന്നു. ഇത്തരം ആളുകളെയാണ് ഇത് കൂടുതലായി ബാധിക്കുക എന്നതാണ് ഇപ്പോൾ നമുക്ക് എടുത്തു പറയാനുള്ളത്. അതിന് വേണ്ട നടപടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. സംസ്ഥാന സർക്കാർ ഇടപെട്ട അത്തരത്തിലുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ട്. കേന്ദ്ര സർക്കാരിന് കത്തയച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ വരുന്നവർക്ക് പോലും അതിന് കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുന്നു. റെസ്റ്റോറൻറ്റുകളുടെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അത്തരത്തിൽ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് സംസ്ഥാനത്ത് ഈ പറയുന്ന പാചകവാതകത്തിൻ്റെ ലഭ്യത കുറവ്, ആ കുറവ് വരുത്താൻ പോകുന്നത്. ക്യാമറമാൻ സുനിലിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. സോളാർ കേസുമായി ബന്ധപ്പെട്ട ഹർജിയിൽ മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന് തിരിച്ചടി. കേസ് നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി കോടതി തള്ളി. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ഗണേഷ് കുമാർ സമർപ്പിച്ച ഹർജി കൊട്ടാരക്കര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് തള്ളിയത്. ഈ വാർത്തയിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ വീണ ജോർജ് മാധ്യമങ്ങളെ കാണുന്നു. അന്വേഷിക്കേണ്ടതായിട്ട് ഉണ്ട്. അതൊന്നും എനിക്കറിയില്ല. എനിക്ക് അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചു അറിയുള്ളൂ. ഞാൻ അതിന്റെ ഉത്തരം ആദ്യം പറഞ്ഞു കഴിഞ്ഞു. സോളാർ കേസുമായി ബന്ധപ്പെട്ട ഹർജിയിൽ മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന് തിരിച്ചടി. കേസ് നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി കോടതി തള്ളി. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് ഗണേഷ് കുമാർ ഹർജി നൽകിയത്. കൊട്ടാരക്കര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഹർജി തള്ളിയത്. സോളാർ കേസുമായി ബന്ധപ്പെട്ട കത്തിൽ കൂടുതൽ പേജുകൾ പിന്നീട് കൂട്ടിച്ചേർത്തത് ഗൂഢാലോചനയാണെന്ന് ആരോപിച്ച് നൽകിയ ഹർജിയിലാണ് കോടതി നടപടികൾ തുടരുന്നത്. സോളാർ പ്രതി ജയിലിൽ നിന്ന് എഴുതിയ കത്തിൽ ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്താൻ 4 പേജുകൾ കൂട്ടിച്ചേർത്ത് ഗണേഷ് കുമാർ ഗൂഢാലോചന നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി അഡ്വക്കേറ്റ് സുധീർ ജേക്കബാണ് ഹർജി നൽകിയത്. പരാതിക്കാരിയുടെ മുൻ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ നിർണായക മൊഴി നൽകി. പത്തനംതിട്ട ജില്ലയിൽ നിന്ന് കൈപ്പറ്റിയ സോളാർ കേസ് പ്രതിയുടെ കത്ത് 21 പേജിൻ്റേതായിരുന്നെന്നും ഈ കത്ത് ആദ്യം മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ PA പ്രദീപ് കുമാറിനെയും പിന്നീട് ഗണേഷ് കുമാറിന്റെ ബന്ധുവായ ശരണ്യ മനോജിനെയും ഏൽപ്പിച്ചെന്നായിരുന്നു മൊഴി. മൊഴി നൽകിയതിൽ കൂടുതൽ തെളിവുകൾ കോടതി ഫെനിയോട് ആവശ്യപ്പെട്ടിരുന്നു. സോളാർ പ്രതിയും കെ.ബി. ഗണേഷ് കുമാറും 1ഉം 2ഉം പ്രതികളാണ്. എന്നാൽ ഈ കേസിൽ തിരഞ്ഞെടുപ്പ് കഴിയും വരെ തനിക്കെതിരെയുള്ള വിചാരണ നിർത്തിവെക്കണമെന്ന് കാട്ടിയാണ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഹർജി നൽകിയിരുന്നത്. കേസിലെ നടപടികൾ തനിക്കെതിരെ രാഷ്ട്രീയ ആയുധമാക്കുമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഹർജി പരിഗണിച്ച കൊട്ടാരക്കര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഹർജി തള്ളുകയായിരുന്നു.
അതോടെ സോളാർ കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾക്ക് ഇനി തടസ്സമില്ലാതെ മുന്നോട്ടു പോകാനാകും. ഇതോടെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സോളാർ കേസ് വീണ്ടും രാഷ്ട്രീയ ചർച്ചകളിലേക്ക് ഉയരുകയാണ്. അമൃത ന്യൂസ്, കൊല്ലം. കേരളത്തിന് എയിംസ് അനുവദിക്കാത്തതിൽ നിലപാട് കടുപ്പിച്ച് ഹൈക്കോടതി. കേന്ദ്ര സർക്കാരിന് രൂക്ഷ വിമർശനം. മറ്റ് സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കുമ്പോൾ കേരളത്തിനോട് മാത്രം വിവേചനമെന്തെന്ന് കോടതി ചോദിച്ചു. ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലിനോട് ഹാജരാകാൻ നിർദ്ദേശം നൽകി. പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജിൽ ചികിത്സാ സൗകര്യങ്ങളില്ലെന്ന് തുറന്നു സമ്മതിച്ച് ഡോക്ടർമാർ തന്നെ നോട്ടീസ് പതിപ്പിച്ചു. അത്യന്തം ഗൗരവകരമായ വെളിപ്പെടുത്തലുകളാണ് മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം നടത്തിയിരിക്കുന്നത്. മതിയായ ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ ശസ്ത്രക്രിയയ്ക്കിടെ ജീവൻ പോയാൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ലെന്ന് നോട്ടീസിൽ പറയുന്നു. ഇത്രയും വലിയ പരിമിതികൾ അറിഞ്ഞുകൊണ്ട് മരണം സംഭവിച്ചാൽ പോലും സമ്മതമാണെന്ന് രോഗി എഴുതി ഒപ്പിട്ട് നൽകണമെന്നാണ് നോട്ടീസിലെ വിചിത്രമായ ആവശ്യം. വിവരം പുറത്തുവന്നതോടെ സംഭവത്തെപ്പറ്റി അറിയില്ല എന്ന് പറഞ്ഞ് ആശുപത്രി സൂപ്രണ്ട് കൈയൊഴിഞ്ഞു. ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരാതി. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ തന്നെ കടകംപള്ളി പെടുത്തിയതാണെന്നും തനിക്കെതിരായ ഭൂമി തട്ടിപ്പ് കേസിന് പിന്നിലും കടകംപള്ളിയാണെന്നും DGPക്ക് നൽകിയ പരാതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കുന്നു. ദയാവധത്തിന് സുപ്രീം കോടതിയുടെ അനുമതി. 13 വർഷമായി കോമയിൽ കഴിയുന്ന UP സ്വദേശി ഹരീഷ് റാണയുടെ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ പിൻവലിച്ച് ദയാവധത്തിന് അനുമതി നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതി. ജസ്റ്റിസുമാരായ JB പർദിവാല, KV വിശ്വനാഥ് എന്നിവർ അടങ്ങിയ ബെഞ്ചിന്റേതാണ് തീരുമാനം. ചികിത്സ തുടരുന്നത് രോഗിയുടെ ജീവൻ നിലനിർത്തുക മാത്രമാണെന്നും ചികിത്സാപരമായ ഒരു പുരോഗതിയും ഉണ്ടായില്ലെന്നും ഡോക്ടർമാർ റിപ്പോർട്ട് നൽകിയിരുന്നു. 2013 ബിരുദ വിദ്യാർത്ഥിയായിരിക്കെ കെട്ടിടത്തിന്റെ 4ാം നിലയിൽ നിന്ന് വീണാണ് ഹരീഷ് റാണയ്ക്ക് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ലെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കിയതോടെ ഹരീഷ് റാണയുടെ മാതാപിതാക്കളാണ് ദയാവധത്തിന് സുപ്രീം കോടതിയെ സമീപിച്ചത്. വാലറ്റ് ജുവലറിയുടെ ഷോറൂം തമിഴ്നാട് കൊളച്ചലിൽ പ്രവർത്തനം തുടങ്ങി. ഷോറൂമിന്റെ ഉദ്ഘാടനം ബിഷപ്പ് മാർ ജോർജ് രാജേന്ദ്രൻ കുട്ടിനാടാർ നിർവഹിച്ചു. വാലത്ത് ജുവലേഴ്സ് ചെയർമാനും MD-യുമായ ജോർജ് ജോൺ വാലത്ത്, മുനിസിപ്പാലിറ്റി ചെയർമാൻ A നസീർ, വാർഡ് കൗൺസിലർ സീനത്ത് ഷാഫി, ഖലീൽ റഹ്മാൻ, അബൂബക്കർ എന്നിവർ പങ്കെടുത്തു. വാലറ്റ് ജുവലേഴ്സ് ജനറൽ മാനേജർ ലിജോ ജോണി, ജോളി CM, പ്രവീൺ ബാബു എന്നിവരും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി. കൊളച്ചലിലെ ഷോറൂമിൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ ഇളവുണ്ട്.